ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോഡിംഗ് ലോകം. കോഡിംഗ് ലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാളേഷൻ ആണ്. ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഡോക്കറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ജാങ്കോയിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഡോക്കറിൽ ഒരു ജാങ്കോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഡോക്കർ റൺ ചെയ്യാൻ പോവുകയാണ്. ആ റൺ ചെയ്യാനുള്ള കമൻറ്റാണ് നമ്മൾ ഓൾറെഡി നമ്മളെ readme.mdയിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെടുത്ത് കോപ്പി ചെയ്യുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള ഈ ഒരു ഫോൾഡർ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓപ്പണിംഗ് ടെർമിനൽ കൊടുക്കുന്നു. ഈ ഒരു പാത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പാത്തിലോട്ട് വരിക, ജസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു കമൻറ്റ് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഫെയിൽഡ് ടു എക്സിക്യൂട്ട്, അതായത് സ്യൂഡോ കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ആൾക്ക് ഈ ഡോക്കർ കമ്പോസ് എന്നുള്ള കാര്യം റണ്ണ് ചെയ്യാനുള്ള പെർമിഷൻ ഈ യൂസർക്ക് ഇല്ല. ഇത്രേ ഉള്ളൂ. അപ്പോൾ സ്യൂഡോ കൊടുക്കുന്നു. വേണമെങ്കിൽ നമുക്ക് സ്യൂഡോ ഒഴിവാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് റണ്ണായിട്ടുണ്ട്. സ്യൂഡോ ഒഴിവാക്കിയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്കർ കമ്പോസ് എന്നുള്ള ഒരു ഡോക്കർ കമ്പോസ് അല്ലെങ്കിൽ ഡോക്കർ ഉപയോഗിക്കാൻ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പെർമിഷൻ ആ ഒരു യൂസർ ഗ്രൂപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സ്യൂഡോ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് റൺ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് സ്യൂഡോ കൊടുക്കുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ റണ്ണായിട്ടുണ്ട്, ഓൾറെഡി അപ്പ് ടു ഡേറ്റ്. അപ്പോൾ റണ്ണിങ് ആണ്. ഇനി അതിൻ്റെ ലോഗ്സ് എടുക്കാനുള്ള കമൻറ്റ് നമ്മൾ ഇതിലുണ്ട്. അപ്പോൾ അത് തന്നെ വീണ്ടും എടുക്കുന്നു. sudo docker logs -f tail -tail 100 കൊടുക്കുന്ന വെച്ചാൽ 100 ലൈൻസ് കാണാനാണ്. അത്രേ ഉള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് ജാങ്കോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് ഡോക്കർ കണ്ടെയ്നറിൻ്റെ പേരാണ്. അപ്പോൾ കൊടുക്കുന്നു. അപ്പോൾ 100 എന്ന് കൊടുത്ത് 100 ലൈൻസ് വരാനായി, 300 ലൈൻസേ വരുള്ളൂ എന്നുള്ള ഒരു കാര്യം. അത്രേ ഉള്ളൂ. കാര്യമായിട്ടൊന്നുമില്ല, ചുമ്മാ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 500 ആക്കാം, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ റണ്ണിങ് ആണ്. നമ്മളൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, അവൈലബിൾ ആണ്. അഡ്മിനറും അവൈലബിൾ ആണ്. ജാങ്കോ റെസ്റ്റ് framework.org എന്നുള്ള സൈറ്റിലോട്ട് വരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നുള്ള ഈ ഒരു പേര് മാത്രം ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, നമ്മളെ കോഡിലേക്ക് വരുന്നു. നമ്മളെ കോഡിലേക്ക് വന്നിട്ട് requirement.txt, ഈ ജാങ്കോക്കകത്ത് ഈ ജാങ്കോ എന്നുള്ള ഫോൾഡറിനകത്ത് requirement.txt എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ട്. ആ ഒരു ഫയലിൽ നമ്മൾ ഇത് ആഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. requirement.txt ഇവിടെ ആഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഈ requirement.txt ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ഡോക്കർ കമ്പോസ് ഒന്നുകൂടെ അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പ് ചെയ്യാനുള്ള കമൻറ്റാണ് ഇപ്പോൾ വന്നത്. സ്യൂഡോ ഡോക്കർ കമ്പോസ് -- പ്രൊജക്ട് നെയിം കൊടുത്തിട്ട് ഡോക്കർ കമ്പോസ് yml.up എന്ന് പറഞ്ഞിട്ട് ബിൽഡ് ഡി കൊടുക്കുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇത് അപ്പാവും. ഇത് അപ്പാവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പിപ്പ് പാക്കേജ് അല്ലെങ്കിൽ requirement.txt എഡിറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം വീണ്ടും റണ്ണാവുന്നത്. അതായത് ഈ ഒരു വരെയുള്ള കാര്യങ്ങൾ ക്യാഷ്ഡാക്കി വെച്ച്, കാരണം പിന്നെ അതിൻ്റെ ശേഷമുള്ള requirement.txt എഡിറ്റ് ചെയ്തു. അപ്പോൾ ഇത് വീണ്ടും റണ്ണാവും. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ requirement.txt എഡിറ്റ് ആക്കിയത് കൊണ്ടാണ് ഈ ഒരു സംഭവം വീണ്ടും എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ജാങ്കോ ഫിൽട്ടർ ആഡ് ചെയ്യുന്നത്, മാർക്ക് ഡൗൺ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാക്കേജ് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്റ്റ് ഫ്രെയിംവർക്ക് നമ്മളുടെ ഇൻസ്റ്റാൾ ആപ്സിൽ ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കോപ്പി ചെയ്യുന്നു, റെസ്റ്റ് ഫ്രെയിംവർക്ക് കോപ്പി ചെയ്തിട്ട് നമ്മളെ കോഡിലേക്ക് വരുന്നു. കോഡിലേക്ക് വന്നിട്ട് settings.py, അതായത് നമ്മുടെ base.py ഫയൽ സെറ്റിങ്സ് എന്നുള്ള നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ മൊഡ്യൂൾസ് ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ base.py ആണ് നമ്മളെ settings.py വരുന്നത്. അപ്പോൾ കാതലായിട്ട് കോറായിട്ടുള്ള ഒരു ഭാഗമാണ് base.py. അതാണ് നമ്മുടെ settings.py. സാധാരണ ഡോക്യുമെൻറ്റേഷനിലൊക്കെ കാണുന്ന settings.py നമ്മൾ ചെയ്യുന്നത് base.pyയിലാണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സിൽ വന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് റണ്ണായോ നോക്കാം. പണിപാളി. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പോൾ ആപ്പായിട്ടില്ല. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഡോക്കർ ഫയൽ ഒന്ന് എടുത്ത് നോക്കാം. ഈ ഡോക്കർ ഫയൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് കോപ്പി വർക്ക് ഡയറക്ടറി ആപ്പ്, കോപ്പി requirement.txt ആപ്പ്, പിപ്പ് ഇൻസ്റ്റാൾ. എന്ത് കഷ്ടാണിത്. നമ്മൾ ഡോക്കർ ഫയൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ഡോക്കർ ഫയൽ ഡോക്കറൈസ്ഡ് ജാങ്കോയിൽ ജാങ്കോ എടുത്തിട്ട് നമ്മൾ ഡോക്കർ ഫയൽ ഓപ്പൺ ആക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നമ്മൾ ഫുള്ളായിട്ടൊന്ന് റീപ്ലേസ് ചെയ്യാണ്. ചുമ്മാ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നു. കാരണം കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. പിപ്പ് എപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു apt-get അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ കുറച്ച് റീ ഓർഡറിങ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ആവശ്യമില്ലാതെ അത് റൺ ചെയ്യാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇപ്പോൾ യൂസർ ആഡ് requirement.txt കോപ്പി ചെയ്യുന്നത് വർക്ക് ഡയറക്ടറി ആപ്പിലോട്ട് മാറ്റിയതിന് ശേഷമാണ്.
അപ്പോൾ ഇവിടെ അത് ചെയ്യുന്നത് ഈ വർക്ക് ഡയറക്ടറി ആക്കിയതിന് ശേഷം നമ്മുടെ apt-get അപ്ഡേറ്റ് ചെയ്തിട്ടാണ് പിപ്പ് ഇൻസ്റ്റാൾ അപ്ഗ്രേഡ് റിക്വയർമെന്റ് ടെക്സ്റ്റ് ഒക്കെ കോപ്പി ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് മാറിയിട്ടുണ്ട് ആ ഒരു ലെവൽ. അപ്പോൾ ഇവിടെ നമ്മൾ അതേപോലെ ആക്കുന്നു. അപ്പോൾ ഇതൊന്ന് റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ചുമ്മാ ഇതുകൊണ്ടല്ല ഈ ഒരു എറർ വന്നത്, നമ്മൾ ഇതിലുള്ള ഇഷ്യൂ കൊണ്ടല്ല ഈ ഒരു എറർ വന്നത്. ഈ ഒരു എറർ വന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. വീണ്ടും റൺ ചെയ്ത് നോക്കാം. നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ട് മാത്രമാണ്. അതായത് റിക്വയർമെന്റ് TXT ആണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, റിക്വയർമെന്റ് TXT നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള റിക്വയർമെന്റ് TXT റണ്ണായി. അതായത് പുതിയത് പാക്കേജ് Django Rest Framework ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. Django Rest Frame കളക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ റൺ ആയിട്ടുണ്ട്. ഇനി അടിച്ചു നോക്കാം. അപ്പോൾ നമ്മളിവിടെ Django Rest Frameworkന്റെ ആപ്ലിക്കേഷനും ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ Django Rest Framework നമ്മളെ സിസ്റ്റത്തിലോട്ട് വന്നു. ഇനി ഇവിടെ പറഞ്ഞത് എന്താന്ന് നോക്കാം. ഇനി ഇവിടെ പറഞ്ഞത് ഒരു URL പാറ്റേൺ ആഡ് ചെയ്യണം API authentication വേണ്ടിയിട്ട്. If you are intended to use the browsable API, you will probably also want to add REST frameworks login and logout views. നമ്മളത് ആഡ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു ഓതൻറ്റിക്കേഷൻ, അതായത് ഇവരുടെ ഈ ഒരു ഓതൻറ്റിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. എന്തെങ്കിലും വേരിയബിൾസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നുള്ള ഒരു സംഭവം ഈ base.py ആഡ് ചെയ്യാം. ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് നമുക്കത് അവിടെ കൊണ്ട് ആഡ് ചെയ്യാം. ഇതും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഡിഫോൾട്ട് ഓതൻറ്റിക്കേഷൻ ഒന്നും മാറ്റം വരുത്തുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു റെസ്റ്റ് ഫ്രെയിംവർക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഒരു എൻഡ് പോയിന്റ് ആവശ്യമാണ്. എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ API കോൾ ചെയ്യുന്ന ഒരു URL ഉണ്ടല്ലോ, ആ ഒരു URL ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ URL ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടെ അതിന് കോൾ ബാക്ക് ആയിട്ട് ഒരു വ്യൂവും ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ അത് ചെയ്യാനും വേണ്ടി ജാങ്കോയിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ആപ്പ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു ഇവിടെ. ദെൻ നമ്മൾ SH ഷെൽ സ്ക്രിപ്റ്റ് എടുക്കാനുള്ള ഒരു കമൻറ്റ് ഉണ്ടല്ലോ. ഏത് കമൻറ്റ്? അപ്പോൾ ഇവിടെ SH അടിക്കാനുള്ള sudo docker execute -it please subscribe Django _1 SH എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമൻറ്റ് എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോഴും അറിഞ്ഞൂടാ ഈ ഒരു കമൻറ്റ് എന്താന്ന്. ഈ എക്സിക്യൂഷൻ -IT എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് വരും എന്നൊക്കെ അറിയാം. പക്ഷേ ഞാനിപ്പോഴും ഇത് കാണാതെ പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എടുക്കുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്നു, എൻ്റർ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് എത്തി. ഇനി സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നു. ഇനി ഇവിടെ അതായത് ഇവിടെ LS അടിച്ച് നമുക്ക് കോഡ് ലിസ്റ്റ് ആവും. ഇത് ഡോക്കർ കണ്ടെയ്നറിൻ്റെ അകത്താണ് കേട്ടോ, നമ്മൾ പുറത്തല്ല. ഇതിൻ്റെ ഡോക്കർ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഈ ഒരു കമൻറ്റ് അടിച്ചതോടുകൂടെ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ജാങ്കോ എന്നുള്ള ഈ ഒരു ജാങ്കോൻ്റെ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് കയറി ഷെല്ല് ഓണാക്കി. അപ്പോൾ ഇതിൽ നമുക്ക് കമൻറ്റ്സ് അടിക്കാം. ഇത് നമ്മൾ സിസ്റ്റത്തിലല്ല അടിക്കുന്നത്, നമ്മളെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അകത്താണ് അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ LS അടിച്ച ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഫയൽസാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പ് റെസ്റ്റ് API എന്ന് കൊടുക്കുന്നു. റെസ്റ്റ് API എന്ന പേരിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ആപ്പിലായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ്റെ എൻഡ് പോയിന്റ്സും അതായത് urls.py വ്യൂസും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ റെസ്റ്റ് API എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതായത് ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. വ്യൂസ് വന്നിട്ടുണ്ട്, വ്യൂസ് എന്ന ഫയൽ വന്നിട്ടുണ്ട്. ബാക്കി urls.py എന്നുള്ള ഒരു ഫയൽ വന്നിട്ടില്ല. അപ്പോൾ urls.py കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ urls.py ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് സേവ് ചെയ്യുന്നു. urls.py എന്നുള്ള പേരിൽ റെസ്റ്റ് API ക്കകത്ത് ഈ rest_API സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ കൂടെ നമ്മൾ ക്രിയേറ്റ് ആക്കി. ഇനി എന്താണ് urls.py എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ടാവും, ഈ പല സ്ഥലത്തും ഉണ്ടാവും URL പാറ്റേൺസ് ഒക്കെ പറഞ്ഞിട്ട് ഈ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യേണ്ടത്. urls.py URL പാറ്റേൺ ആഡ് ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം പാത്ത് എന്നുള്ള പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആ ഒരു സംഭവം ഉപയോഗിച്ചത് നമ്മൾ ഇവിടെ ഒരു urls.py ഓൾറെഡി ഉണ്ട് പ്രൊജക്റ്റ് ഫ്രെയിംവർക്ക് അകത്ത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് കോപ്പി ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ Django എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പാത്ത് വെച്ചിട്ടാണ് നമ്മൾ URLs പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് കോപ്പി ചെയ്യുന്നു, ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇനി URLs പാറ്റേൺ ആപ്പ് നെയിം കൊടുക്കുന്നു. ആപ്പ് നെയിം റെസ്റ്റ് API കൊടുക്കുന്നു. URL പാറ്റേൺ ആഡ് ചെയ്യുന്നു. URLs പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഒരു പേരിൽ തന്നെ കൊടുക്കണം, എന്നാലേ വരുള്ളൂ. കോപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്തിട്ട് കോപ്പി ചെയ്യുന്നു, നമ്മുടെ ഫയലിലോട്ട് പേസ്റ്റ് ചെയ്യുന്നു. URLs പാറ്റേൺ പാത്തിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ വ്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ വ്യൂക്കകത്ത് നമ്മൾ വ്യൂ ഇമ്പോർട്ട് ചെയ്യണം.
ഫ്രം ഡോട്ട് വ്യൂസ് ഇമ്പോർട്ട് വ്യൂവിൻ്റെ പേര്, വ്യൂവിൻ്റെ ക്ലാസ്സിൻ്റെ പേരുണ്ടല്ലോ. അപ്പോൾ വ്യൂവിൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് എന്ന് വ്യൂ കൊടുത്തിട്ടുണ്ട്. വ്യൂവിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നു. ഡോട്ട് ആസ് വ്യൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു, കോമ ഇടുന്നു, URL നെയിം പാസ് ചെയ്യുന്നു. നെയിം ഈക്വൽ ടു പ്ലീസ് സബ്സ്ക്രൈബ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഈ പാത്തും ഈ ഒരു ഇതാണ് നമ്മുടെ URL വരിക. ഇതിൽ അണ്ടർസ്കോറൊക്കെ ഒഴിവാക്കുക, മാക്സിമം SEO ഫ്രണ്ട്ലി ആക്കുക, അതാണ് നല്ലത്. അണ്ടർസ്കോർ ഒഴിവാക്കുന്നതാണ് ബെസ്റ്റ്. SEO ഫ്രണ്ട്ലിക്ക് നല്ലത് അതാണ്. സോ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ എറർ അടിച്ചിട്ടുണ്ടാവും. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ എറർ വന്നിട്ടുണ്ടാവും. ലോഗ്സ് എടുക്കുന്നു, എറർ വരാൻ ചാൻസ്, കാരണം ഈ ഒരു ഓൾറെഡി നമ്മൾ ഈ ഒരു ആപ്പ് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എറർ വരില്ല. settings.py എറർ വരില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ കസ്റ്റം ആപ്സിൽ നമുക്ക് ആഡ് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം. ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യാം, എവിടെയും ചെയ്യാം. തൽക്കാലത്തിന് ഇൻസ്റ്റാൾഡ് ആപ്സിൽ ആഡ് ചെയ്യുന്നു. കസ്റ്റം ആപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റമായിട്ട് നമ്മൾ ചെയ്യുന്ന ആപ്പിൻ്റെ പേര് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ urls.py ഓട്ടോമാറ്റിക്കലി ഇത് ആഡാവും. അത് ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ഫ്രെയിംവർക്ക് പ്രൊജക്റ്റിൻ്റെ ഈ ഒരു പ്രൊജക്ട് ഫ്രെയിംവർക്ക് എടുത്തിട്ട് ഇവിടെ കണ്ടോ കസ്റ്റം ആപ്പ് URL, ഈ കസ്റ്റം ആപ്സിൽ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ URLs പാറ്റേണിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ആപ്പ് കയറ്റി വിടും. അപ്പോൾ തൽക്കാലത്തിന് അവിടെ ആഡ് ചെയ്യുന്നില്ല. ഇവിടെ തന്നെ ഇൻസ്റ്റാൾഡ് ആപ്സിൽ റെസ്റ്റ് API ആഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്താൽ ചിലപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട് ഇത് ആക്സസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വ്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നിട്ടില്ല. പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള ലിങ്ക് ഡിഡിൻ മാച്ച് എനി ഓഫ് ദിസ്. അതായത് നമ്മൾ പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള ഈ ഒരു റെസ്റ്റ് APIൻ്റെ ആപ്പിൽ കിടക്കുന്ന URLs നമ്മളിവിടെ ഈ ഒരു പ്രൊജക്ട് ഫ്രെയിംവർക്കിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ആഡ് ചെയ്യണം urls.patternൽ. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ URL പാറ്റേൺ എന്ന വേരിയബിളിനകത്ത് API എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് റെസ്റ്റ് API .url. ഇങ്ങനെയല്ല, ഇൻക്ലൂഡ് വെച്ചിട്ട് എടുക്കണം. ഇൻക്ലൂഡ് റെസ്റ്റ് API .urls എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റെസ്റ്റ് APIക്കകത്തുള്ള URLs മൊത്തം നമ്മൾ ഇൻക്ലൂഡ് ആവും ഈ ഒരു പ്രൊജക്റ്റ് ഫ്രെയിംവർക്ക്. അതായത് ഈ ഒരു പ്രൊജക്റ്റിൽ API എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ എറർ അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ഇത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള വ്യൂ കനോട്ട് ഇമ്പോർട്ട് ആണ്, അത് നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ അടിച്ചത്. ചെയ്യാത്തതുകൊണ്ടാണ് എറർ വന്നത്. അപ്പോൾ അത് ഓൾറെഡി അപ്പോൾ ഇത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള ഒരു വ്യൂ ഉണ്ടാക്കിയാൽ മാത്രം മതി. പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള വ്യൂവിൻ്റെ പേര് കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ക്ലാസ് പ്ലീസ് സബ്സ്ക്രൈബ് കോപ്പി ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇനി API വ്യൂ അല്ലെങ്കിൽ Django റെസ്റ്റ് ഫ്രെയിംവർക്കിനകത്തുള്ള എന്തെങ്കിലും വിളിക്കുക. API വ്യൂ എന്നുള്ളൊരു സംഭവം ഉണ്ട്, അത് ഇമ്പോർട്ട് ചെയ്യണം. അത് API വ്യൂ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. API വ്യൂ യൂസ് ചെയ്തിട്ടുള്ള API വ്യൂ ഗൈഡിൽ പോയിട്ട് വ്യൂസ് എഴുതാം. ഇതാണ് API വ്യൂ. ഈ API വ്യൂ ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇവിടെ ഈ റണ്ടർ ഒഴിവാക്കാം, റണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ API വ്യൂ ജസ്റ്റ് സേവ് ചെയ്യുന്നു. API വ്യൂ വെച്ചിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നു, ഈ ക്ലാസ്സിനെ കൊടുക്കുന്നു. ഇനി ഗെറ്റ് നമ്മൾ ഒരു ഗെറ്റ് മെത്തേഡ് ആഡ് ചെയ്യുന്നു. സെൽഫ് റിക്വസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ API വ്യൂ ഉണ്ടോ, ഇങ്ങനെ കോപ്പി ചെയ്യുന്നു. ഡഫ് ഗെറ്റ് സെൽഫ് റിക്വസ്റ്റ് ഫോർമാറ്റ്, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വരിക. അപ്പോൾ കീവേഡ് ആർക്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. ഇനി റിട്ടേൺ എന്തെങ്കിലും റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് വേറെ ലെവൽ. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾക്ക് ആ API കോൾ ചെയ്ത് കഴിഞ്ഞാൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ റെസ്പോൺസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി റിട്ടേൺ കൂടി ചെയ്യണം. അതായത് API ഗെറ്റ് വിളിച്ചു കഴിഞ്ഞാൽ, ഗെറ്റ് മെത്തേഡ് ആ ഒരു endpointsൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മെസ്സേജ് കാണണം. അപ്പോൾ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് ഉണ്ട്. ഈ റെസ്പോൺസ് അല്ല, വലിയ R വെച്ചിട്ടൊരു റെസ്പോൺസ്, വലിയ R വെച്ചിട്ടുള്ള റെസ്പോൺസ് നമ്മൾ ഇതേപോലെ ഒരു ക്ലാസ് ആണ്, അത് ഇമ്പോർട്ട് ചെയ്യണം. അത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെതാ ഈ റെസ്പോൺസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ആവശ്യമുള്ളത് മാത്രം ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ഒന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രം ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ റെസ്പോൺസ് ഇവിടെ വന്നിട്ട് നമ്മുടെ റെസ്പോൺസ് പാസ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ഡിക്റ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നു ആ ഒരു റെസ്പോൺസിലോട്ട്. ഇനി വേണമെങ്കിൽ സ്റ്റാറ്റസ് പാസ് ചെയ്യാം. സ്റ്റാറ്റസ് പാസ് ചെയ്യുന്നത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് കൊടുക്കണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. അത് സ്റ്റാറ്റസ് എന്തായാലും ഒരു ഡിഫോൾട്ട് സ്റ്റാറ്റസ് അവരെ എടുക്കും. അപ്പോൾ തൽക്കാലത്തിന് ഇത്ര ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു URL ഒന്ന് വിളിച്ച് നോക്കാം എന്താണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ റണ്ണിങ് ആയിട്ടുണ്ട്. ഇനി URL ഒന്ന് വിളിച്ച് നോക്കാം.
ഓക്കെ വന്നിട്ടുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് വന്നിട്ടില്ല, വരില്ല. കാരണം URLs ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. API വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആപ്ലിക്കേഷൻ്റെ പേരല്ല, ആപ്ലിക്കേഷൻ്റെ എന്താ പറയുക, ഈ URLs, ഈ റെസ്റ്റ് APIക്കകത്ത് കിടക്കുന്ന URLs മൊത്തം API എന്ന ഒരു പ്രിഫിക്സ് വെച്ചിട്ടായിരിക്കും വിളിക്കേണ്ടത്. അപ്പോൾ വിളിച്ചു നോക്കാം. API കോൾ ചെയ്തു. അതിൻ്റെ അകത്ത് APIൻ്റെ അകത്തും നോട്ട് ഫൗണ്ട് ആണ്. കാരണം ഇല്ല, APIൻ്റെ അകത്ത് നമ്മൾ പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള പേരിലാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു API അതിൻ്റെ URL വരുന്നത് ഇതാണ്. അപ്പോൾ സംഗതി വന്നിട്ടുണ്ട്. അതായത് ലോക്കൽ ഹോസ്റ്റ്, അതായത് നമ്മളെ സൈറ്റിൻ്റെ ഡൊമൈന്, പിന്നെ ആപ്പ് നമ്മൾ ആഡ് ചെയ്തല്ലോ, URLs ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു URL പാറ്റേൺ, ഈ API കോൾ ചെയ്യുന്നു, അതിൻ്റെ URL കൂടെ, അതായത് നമ്മളെ ആപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള urls.py എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഈ URL കൂടെ അപ്പൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് JSON ആയിട്ട് റിട്ടേൺ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ഇത് ഇനി പോസ്റ്റ്മാനിൽ നമുക്ക് വിളിച്ച് നോക്കാം. പോസ്റ്റ്മാൻ ഇപ്പോൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് അല്ല, ഓൾറെഡി ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. അപ്പോൾ പോസ്റ്റ്മാൻ പോലെ പോസ്റ്റ്മാൻ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. പോസ്റ്റ്മാൻ പോലെ പല സർവീസും അവൈലബിൾ ആകുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ VS കോഡിൽ തന്നെ അത് API കോൾ ചെയ്യാൻ പറ്റുന്ന പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇവിടെ ഈ API ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ റെസ്പോൺസ് ആയി വരുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ. ഇത് Django Rest ഫ്രെയിംവർക്കിൻ്റെ ഒരു വ്യൂ ആണ്. ഒരു എന്താ പറയുക, പോസ്റ്റ്മാനിൽ വിളിക്കുന്ന സമയത്ത് JSON ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു കാര്യം കാണുക. അപ്പോൾ ഇത്രയും ഡാറ്റ മാത്രമായിരിക്കും കാണുക. ഇത് നമുക്ക് മനസ്സിലാക്കാൻ രീതിക്ക് അവരുടേതായിട്ടുള്ള കാര്യം, റണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് JSON ആക്കിയിട്ട് മാറ്റാം. അത് ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ ഒരു എപ്പിസോഡിൽ നമ്മളൊരു പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് Django Rest ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ചെയ്തു, ഒരു URL ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഗെറ്റ് മെത്തേഡ് ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിട്ടേൺ ആയിട്ട് നമ്മളൊരു ഡാറ്റ, ഒരു റെസ്പോൺസ് റിട്ടേണും കൊടുത്തു. ഇത്രയേ ഉള്ളൂ API എന്ന് പറഞ്ഞ സംഭവം. ഇനി ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഇത് ഇപ്പം നമ്മൾ ഗെറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗെറ്റിനെ പോലെ പോസ്റ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, പുട്ട് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. ഒരു വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല. അടുത്ത എപ്പിസോഡിൽ ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് വിരാമം കുറിക്കുന്നു.